ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് രുദ്രാക്ഷവും ചിലങ്കയും ചേർത്ത് മാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6mm രുദ്രാക്ഷ ബീഡ്സ് ആണ്. അപ്പോൾ 8mm ആണെന്ന് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതുപോലെ സ്മോൾ സൈസിലെ ചിലങ്ക ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ മുൻപ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബാക്ടീരിയയാണിത്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3mm ട്വിസ്റ്റഡ് മാക്രൈം ത്രെഡ് കൊണ്ടാണ് ബാക്ടീരിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലങ്ക കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക നമ്മുടെ സ്കൂൾ ലൈഫ് ആവില്ലേ? അതെ, യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിനായി ഒരുങ്ങി നിൽക്കുന്ന സുന്ദരി കുട്ടികൾ കണ്ണൊക്കെ ഇങ്ങനെ നീട്ടി എഴുതി കാലിൽ ചുവന്ന ചായയൊക്കെ പൂശി ഇങ്ങനെ ചിലങ്ക അണിഞ്ഞ് സ്റ്റെപ്സുകൾ ഇറങ്ങി വരുന്ന ഒരു മനോഹരമായ കാഴ്ച നനുത്ത ഓർമ്മകളാണല്ലേ. ചിലങ്ക ബീഡ്സ് കൊണ്ടുള്ള വേറെയും മാലകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാനിവിടെ രുദ്രാക്ഷവും ചിലങ്കയും കൊണ്ട് മാത്രം ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഒരു ബ്ലാക്ക് ബീഡ്സും കൂടെ ചേർത്തിട്ടൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാൻ നിർത്തൂ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, രുദ്രാക്ഷവും ചിലങ്കയും കൂടെ ഒരു വേറിട്ടൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് 8mm രുദ്രാക്ഷ ബീഡ്സും ചിലങ്കയും വെച്ചിട്ട് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം അതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള ജ്വല്ലറികൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെടുക. ജ്വല്ലറി ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിലങ്ക രുദ്രാക്ഷ ബീഡ്സ് ഇവിടെ മാല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ടൈപ്പിൽ ജ്വല്ലറീസ് ഉണ്ടാക്കി കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജ്വല്ലറി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. Thank you for watching. Okay, bye.